കല്യാണത്തിന് മുന്നേ ഇങ്ങനെ കറങ്ങി നടക്കണത് എന്റെ വീട്ടുകാരും അമ്മാവനും കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊല്ലും. നമുക്ക് ചായ കുടിക്കാം, വിശക്കണം. ചായ കുടിക്കാൻ നീ ഇങ്ങനെ അമ്മാവന്മാരും വീട്ടുകാരൊക്കെ പേടിച്ച് ജീവിച്ചാൽ അങ്ങനെ ശരിയാണ്. ഇന്നലെ നമ്മൾ കല്യാണം കഴിക്കാനുള്ള ആൾക്കാരല്ലേ? പിന്നെ എന്റെ അമ്മാമാരെ മോൻ അറിയാൻ പാടില്ല. ഒന്ന് അനങ്ങാണ്ടി നീ അനങ്ങാണ്ടി വെക്കാൻ പറഞ്ഞ അനങ്ങാണ്ടി എന്നാ പോരെ? ആൾക്കാരൊക്കെ നോക്കണം. ആൾക്കാരൊക്കെ നോക്കിയാ ഇനിയിപ്പോ നോക്കും. ഒരു പെങ്കൊച്ചിനെ കൊണ്ട് കറങ്ങാൻ വരുമ്പോഴേ ചുറ്റിലും കന്നു വേണം, അല്ലാണ്ട് ഇങ്ങനെ കൊഞ്ചി കഴിഞ്ഞ് നിന്നാ മാത്രം പോരാ. എന്നിട്ടാണ് കല്യാണം കഴിക്കാൻ നടക്കണം. അല്ല എന്താ നിന്റെ പ്രശ്നം? കാര്യം പറ. കൊറേ നേരമായി ഒന്ന് വൃത്തികെട്ട കടയിൽ നോക്കിക്കൊണ്ടിരിക്കണം. ഒരുമാതിരി നിങ്ങക്ക് അതൊന്നും കാണണ്ടല്ലോ. ശരിയാണല്ലോ, ഇങ്ങോട്ട് വന്നേ. താനെന്നേരം പെണ്ണുങ്ങളെ കണ്ടല്ലേ? എന്തുവാടി ചേട്ടാ, റോട്ടിലോട്ട് പോണ വഴി കാണിച്ചു തരാം. വന്നോ? പിന്നെ എന്തായിരുന്നു, ബോറടിച്ചാ? പിന്നെ ബോറടിക്കാണ്ട് എന്നാ ഒരു ചായ അടിക്കാം. എന്തൊരു വിഷമം പോലെ. എന്നാലും എന്തിനാ ഇങ്ങനെ നടന്ന് ക്ഷണിക്കണേ? എന്നാലും നിനക്ക് എങ്ങനെയാ ആ പാവത്തിന് കണ്ട് വായ നോക്കിയാന്ന് പറയുന്നത്? അല്ല അങ്ങനെയെങ്കിലും ഒരു കണ്ടോടല്ലേ എന്നെ നോക്കില്ല. ആരും നോക്കണ പരാതിയില്ലായിരുന്നു. അപ്പൊ സമാധാനായ? എക്സ്ക്യൂസ് മീ സാർ, ബില്ല്. എന്ത് പൈസ കാണാനില്ല. അയാള് കണ്ണുപോട്ടെ അല്ലേ? ഒരു കുഴപ്പമില്ല. നിന്റെ പൈസ വല്ലതും ഉണ്ടോ? എന്തേലേ എനിക്ക് ആവശ്യത്തിന് മാത്രമുള്ള പൈസ ഉള്ളു. ആ വായി നോക്കിയുടെ പേരും പറഞ്ഞ് എന്നെ കുറെ കളിയാക്കിയതല്ലേ? ഇയാള് പോയിട്ടേ ആ വായി നോക്കിനെ കണ്ടുപിടിച്ച് ബില്ലും കൊടുത്തിട്ട് പയ്യെ പോരേട്ടോ. ഞാൻ പോവാ, ടാറ്റാ. അപ്പൊ അയാളെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ശിഷ്ടകാലം പാത്രം കഴുകി ജീവിച്ചോ. അയ്യോ.